സ്നേഹരാഗം ഭാഗം 15. ഏയ് ഒന്നുമില്ല സർ, ഞാൻ പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തിച്ചു, അവൾ പറഞ്ഞു. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. ഡോർ തുറന്ന് കയറിയപ്പോൾ ഉള്ളിൽ രാജിനി ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ് രാജിനി. അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചുകൊണ്ട് നന്ദന വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് നന്ദന. രാജിനി തിരിച്ചും വിഷ് ചെയ്തു. രാജിനി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, നന്ദന പറഞ്ഞു തുടങ്ങി. എന്തുപറ്റി, പറയൂ, രാജിനി ചോദിച്ചു. ഞാനീ ആഴ്ച കൂടിയേ ഇവിടെ ഉണ്ടാകൂ. ആ വിവരം മാധവൻ സാറിനെയാണോ പ്രകാശൻ സാറിനെയാണോ അറിയിക്കേണ്ടത്? നന്ദന ചോദിച്ചു. ഈ ആഴ്ച കൂടിയേ ഉണ്ടാകൂ എന്നോ? അതെന്താ അങ്ങനെ? താൻ എങ്ങോട്ട് പോകുന്നു? ആശ്ചര്യത്തോടെ രാജിനി തിരക്കി. ഞാനിനി എറണാകുളത്താകും. അർജുനേട്ടൻ അവിടെയാണല്ലോ. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുകയാണ്. നന്ദന പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പ്രകാശ് അടുത്തെത്തിയിരുന്നു. നന്ദന ഇക്കാര്യം പ്രകാശ് സാറിനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജിനി പ്രകാശിനെ നോക്കി ഒന്ന് വിഷ് ചെയ്തു. നന്ദനയെ ഒന്ന് നോക്കിയ ശേഷം പ്രകാശ് ക്യാബിനകത്തേക്ക് കയറിപ്പോയി. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞാലോ? അവൾ രാജിനിയെ നോക്കി. പറഞ്ഞോളൂ. എന്തു പറയുമെന്നറിയില്ല. അവർക്ക് വേറെ സ്റ്റാഫിനെ വെക്കണ്ടേ? ഇനി ഒരാഴ്ചക്കുള്ളിൽ വേറെ ആളെ കിട്ടുമോ ആവോ? നന്ദനയ്ക്ക് ഒരു മാസം മുൻപെങ്കിലും പറയാമായിരുന്നു. രാജിനിയുടെ സ്വരത്തിൽ കുറ്റപ്പെടുത്തൽ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന് അവൾക്ക് തോന്നി. ശരി രാജിനി, ഞാൻ സാറിനെ ഒന്ന് കാണട്ടെ. രജിസ്റ്ററിൽ ഒപ്പിടുകയും വേണം എന്നും പറഞ്ഞ് നന്ദന പ്രകാശ് സാറിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. അവൾ അനുവാദം ചോദിച്ചുകൊണ്ട് പ്രകാശിൻ്റെ ക്യാബിനിൽ പ്രവേശിച്ചു. അവളെയും കാത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അവൻ. എന്തായിരുന്നു രാവിലെ തന്നെ രാജിനിയോട് എന്തെങ്കിലും സ്വകാര്യം പറയുകയായിരുന്നോ? അവൾക്ക് നേരെ രജിസ്റ്റർ നീട്ടി അവൻ ചോദിച്ചു. ടേബിളിൽ നിന്നും പേനയെടുത്ത് അവൾ സൈൻ ചെയ്തു. എങ്ങനെ അവതരിപ്പിക്കുമെന്ന ആശങ്കയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നന്ദനയ്ക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ്റെ ചോദ്യം അവളെ തെല്ല് ആശ്ചര്യപ്പെടുത്തി. താൻ ആലോചിക്കുമ്പോഴേക്കും സാറിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു ആവോ എന്ന ചിന്ത വീണ്ടും അവളിൽ നിറഞ്ഞു നിന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്യുകയാണ് സാർ, നന്ദന പതുക്കെ പറഞ്ഞു തുടങ്ങി. വാട്ട്? നന്ദന പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ പ്രകാശ് ചോദിച്ചു. ആ സമയമാണ് ഭരത് ഡോർ പകുതി തുറന്നത്. സാർ, ഭരത് വിളിച്ചു. സൈൻ ചെയ്യാനായിരിക്കുമല്ലേ? പ്രകാശ് ഭരത്തിനോട് ചോദിച്ചു. അതെ സാർ, ഭരത് പറഞ്ഞു. ഭരത് നന്ദനയെ ഒന്ന് നോക്കി. അവൾ രജിസ്റ്റർ അവന് നേരെ നീട്ടി. നന്ദന പോകാൻ തുടങ്ങിയപ്പോൾ പ്രകാശ് അവളോട് ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അവൾ അവിടെ തന്നെ നിന്നു. അവൾക്ക് റിസൈൻ ചെയ്യുന്ന കാര്യം പ്രകാശിനോട് പറയുകയും വേണമായിരുന്നു. ഭരത് സൈൻ ചെയ്ത് പുറത്തേക്ക് പോയി. താൻ ഇരിക്ക്. അവൻ പുറത്തേക്ക് പോയപ്പോൾ പ്രകാശ് നന്ദനയോട് പറഞ്ഞു. ഞാൻ കാരണമാണോ താൻ ജോലി വേണ്ടെന്ന് വെക്കുന്നത്? അവൻ ചോദിച്ചു. ഇവിടുത്തെ സ്റ്റാഫിനേക്കാൾ കൂടുതൽ താല്പര്യം എൻ്റെ കാര്യത്തിൽ സാർ കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ റിസൈൻ ചെയ്യാൻ കാരണം അതൊന്നുമല്ല. പിന്നെ? പ്രകാശ് ചോദിച്ചു. അയാൾക്ക് കാരണമറിയാൻ തിടുക്കമായി. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്താണ് എന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നല്ലോ. അടുത്ത ആഴ്ച എന്നെയും അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അവൻ ചോദിച്ചു. ഇപ്പോഴാണ് എന്നെ കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടായത്, അവൾ പറഞ്ഞു. താനിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതും ഇനി ഒരാഴ്ച കൊണ്ട് അക്കൗണ്ടിന് ഒരാളെ എങ്ങനെ കണ്ടെത്തും? പെട്ടെന്ന് ഒരാളെ കിട്ടുമോ? എന്തായാലും വേറെ ഒരു സ്റ്റാഫിനെ കിട്ടുന്നത് വരെ താൻ വരണം. അല്ലെങ്കിൽ താൻ തന്നെ വേറെ ഒരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്തു തരണം, അവൻ പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് അറേഞ്ച് ചെയ്തു തരാനാ സാർ? അവൾ നിസ്സഹായയായി. ഭരത് സാർ എല്ലാ സബ്ജക്റ്റും എടുക്കുമല്ലോ. പിന്നെന്താ? ഓ, തനിക്കതും പറഞ്ഞുകൊണ്ട് ഒഴിവായാൽ മതിയല്ലോ. ഞാനൊന്ന് നോക്കട്ടെ, അവൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നന്ദന പുറത്തിറങ്ങിയപ്പോൾ രാജിനി അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നന്ദന അവളെ ശ്രദ്ധിക്കാതെ ബാഗ് സ്റ്റാഫ് റൂമിൽ വെച്ച് ലാബിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായിരുന്നു പ്രകാശ് സാറുമായി ഒരു ചർച്ച? അവളെ കളിയാക്കിക്കൊണ്ട് അഞ്ജു ചോദിച്ചു. എന്തു ചർച്ച? ഒന്നുമില്ലടി, ശബ്ദം താഴ്ത്തി നന്ദന പറഞ്ഞു. എന്താ നന്ദന, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഭരത് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഞാൻ ഈ ആഴ്ച കൂടിയേ വരൂ. അത് പ്രകാശ് സാറിനോട് പറയുകയായിരുന്നു. അവൾ പറഞ്ഞപ്പോൾ എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതെന്താടി പെട്ടെന്ന് ഇങ്ങനെ? ഇതുവരെ അതൊന്നും പറഞ്ഞില്ലല്ലോ, അജിത ചോദിച്ചു. ഞാൻ അർജുനേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞായറാഴ്ച വൈകുന്നേരം പോകും. അത് കേട്ടപ്പോൾ അഞ്ജുവിനും അജിതയ്ക്കും വിഷമമായി. അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനല്ലേ? സാരമില്ലടോ, അജിത പറഞ്ഞു. എന്നിട്ട് സാർ എന്ത് പറഞ്ഞു? ഭരത് ചോദിച്ചു.
എന്നോട് അക്കൗണ്ടിങ് എടുക്കാൻ ഒരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അത് കേട്ട് താൻ ടെൻഷൻ ആവണ്ട, ഞാനുണ്ടല്ലോ, ഞാൻ മാനേജ് ചെയ്തോളാം, ഭരത് പറഞ്ഞു. ചിലപ്പോൾ ജോലിയേക്കാൾ പ്രാധാന്യം ജീവിതത്തിന് കൊടുക്കേണ്ടി വരും. അതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഭരത് പക്വതയോടെ പറഞ്ഞു. ക്ലാസ് തുടങ്ങാനുള്ള ബെൽ മുഴങ്ങിയതും എല്ലാവരും ലാബിലേക്ക് പോയി. എല്ലാവരും ക്ലാസ് എടുക്കാൻ തുടങ്ങി. എന്നാൽ അതേസമയം പ്രകാശിന്റെ മനസ്സിൽ നന്ദനയുടെ മുഖം മാത്രമായിരുന്നു. അവന്റെ ഉള്ളിൽ നന്ദന മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം പ്രകാശ് സെന്ററിൽ ഇല്ലായിരുന്നു. അതൊരു കണക്കിന് നന്നായിപ്പോയെന്ന് നന്ദനയ്ക്ക് തോന്നി. അവനെ ഫേസ് ചെയ്യണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു അവൾക്ക്. എങ്ങോട്ടാണ് തൻ്റെ ജീവിതം ഗതിമാറി ഒഴുകി പോകുന്നത് എന്നവൾക്ക് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. മനസ്സ് സംഘർഷഭരിതമായിരുന്നു. അത് കലങ്ങിമറിഞ്ഞ് കുത്തിയൊഴുകിക്കൊണ്ടിരുന്നു. അവൾ വീട്ടിലെത്താറായപ്പോൾ വഴിയിൽ ദേവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ ദേവൻ പുഞ്ചിരിച്ചു. അവളും തെളിച്ചമില്ലാതെ ഒന്ന് ചിരിച്ചു. അവനെ കടന്ന് മുന്നോട്ടു പോയി. നന്ദന വീട്ടിലെത്തിയപ്പോൾ അമ്മ ഹോട്ടലിലായിരുന്നു. അവൾ വണ്ടി മുറ്റത്ത് നിർത്തി ഉമ്മറത്തേക്ക് കയറി. വാതിൽ ചാരിയിട്ടേയുള്ളൂ. നീതുമോൾ എത്തിയിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. പാത്രങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദന അങ്ങോട്ട് പോകാൻ നിൽക്കാതെ നേരെ മുറിയിലേക്ക് പോയി. എന്തോ അവൾക്ക് മനസ്സിന് ഒരു സുഖമില്ലായിരുന്നു. ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്തതുപോലെ. മുറിയിൽ കയറി ബാഗ് ടേബിളിൽ വെച്ച് അവൾ ബെഡിലേക്ക് ഇരുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ ഇരുന്നു. അവൾ വേറെ ലോകത്തായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അവൾ ആലോചിച്ചു. കുറച്ചുനേരം ആ ഇരിപ്പ് ഇരുന്നു. പിന്നെ ബെഡിലേക്ക് വീണു. കണ്ണുകൾ അടച്ചു കിടന്നു. അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. നന്ദനയെ പുറത്തേക്ക് കാണാതിരുന്നപ്പോൾ നീതു അവളെ നോക്കി മുറിയിലേക്ക് വന്നു. നീതുമോൾ വിളിച്ചപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു. എന്തേ ചേച്ചി, സുഖമില്ലേ? നന്ദനക്കരികിൽ വന്നിരുന്ന് അവൾ ചോദിച്ചു. എനിക്ക് നിന്റെ അനിയത്തിയായി ജനിച്ചാൽ മതിയായിരുന്നു. നീതുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നന്ദന പറഞ്ഞു. എന്തുപറ്റി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ? നീതു ചോദിച്ചു. ആരുടെയോ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തോന്നുക. എൻ്റെ ഇഷ്ടം ഏതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൽ എവിടെയെങ്കിലും ഞാൻ ഉണ്ടോ എന്നും അറിയില്ല, നന്ദന പറഞ്ഞു. അവളുടെ വാക്കുകളിൽ നിരാശ പടർന്നു പന്തലിച്ചിരുന്നു. അമ്മ വലിയ സന്തോഷത്തിലാണ്. വരുന്നവരോടും പോകുന്നവരോടുമെല്ലാം മരുമകൻ വീട്ടിൽ വന്നതും മോളെ കൂട്ടിക്കൊണ്ടുപോകുന്നതുമായ കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. ഈ അമ്മയ്ക്ക് എന്താ മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നെനിക്കറിയില്ല, നീതു പറഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നന്ദന പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഈ ചിന്താഗതി തന്നെ തെറ്റാണ് ചേച്ചി. അർജുനേട്ടൻ്റെ പെട്ടെന്നുള്ള ഈ വരവും ചേച്ചിയെ കൊണ്ടുപോകണമെന്നുള്ള പറച്ചിലുമെല്ലാം എനിക്കെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ വിവാഹം മാത്രമല്ല ഡിവോഴ്സും നടക്കുന്നുണ്ട്. ഒത്തുപോകാൻ കഴിയില്ലെന്ന് വന്നാൽ ചേച്ചി അക്കാര്യം ഓർത്താൽ മതി. വാ, എഴുന്നേറ്റ് ചായ കുടിക്കാം. വന്നിട്ട് ഒരുമിച്ച് ചായ കുടിക്കാമെന്നും വിചാരിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ സ്പെഷ്യൽ പഴംപൊരിയുമുണ്ട്, നീതുമോൾ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം, നീ നടന്നോ, നന്ദന പറഞ്ഞു. ഞാൻ അങ്ങനെ പോകുന്നില്ല, ചേച്ചിയും വാ, നമുക്കൊരുമിച്ച് പോകാം, അവൾ മറുപടി പറഞ്ഞു. ഒന്ന് മേൽക്കഴുകി ഫ്രഷായിട്ട് വരാം, നീ ചെല്ല്, നന്ദന ആവർത്തിച്ചു. ചേച്ചി ഫ്രഷായിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. അതും പറഞ്ഞ് നീതു ബെഡിലിരുന്നു. തന്നെ കൂടാതെ അവൾ പോകില്ലെന്ന് നന്ദനയ്ക്ക് മനസ്സിലായി. അവൾ വാഷ്റൂമിലേക്ക് കയറിപ്പോയി. മുടി ഉയർത്തിക്കെട്ടിയ ശേഷം അവൾ ദേഹത്ത് വെള്ളമൊഴിക്കാൻ തുടങ്ങി. മുഖം പല ആവർത്തി കഴുകി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ നീതുമോൾ ബെഡിൽ തന്നെയുണ്ട്. അവർ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. നീതുമോൾ ചായ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് ചായ കുടിച്ചു. അമ്മ നന്നായി കഷ്ടപ്പെടുന്നുണ്ടല്ലേ, നന്ദന പറഞ്ഞു. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയല്ലേ ചേച്ചി ജീവിക്കുന്നത്. അമ്മയ്ക്ക് എല്ലാം തനിയെ ചെയ്യണം. വെറുതെ മടിപിടിച്ചിരിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാ. വെറുതെ ഇരുന്നാൽ ബോറടിയാകും. അമ്മയ്ക്കിപ്പോൾ എല്ലാം ഒരു ശീലമായി, നീതു പറഞ്ഞു. പിന്നെ വെറുതെ ഇരുന്നാൽ അമ്മയ്ക്ക് അസുഖങ്ങൾ വരും, പെട്ടെന്ന് വയസ്സാകും, തമാശ കലർന്ന രൂപത്തിൽ നീതു പറഞ്ഞു. ഞാനിന്ന് കോളേജിൽ നിന്നും വരുമ്പോൾ ദേവേട്ടനെ കണ്ടിരുന്നു. ആൾ നല്ല സങ്കടത്തിലാണ്, നീതു പറഞ്ഞു നിർത്തി. എന്തുപറ്റി, നന്ദന തിരക്കി. ചേച്ചി തന്നെയാണ് കാരണം. ഞാനോ, നന്ദന ചോദിച്ചു. അർജുനേട്ടൻ വന്നതും ചേച്ചിയെ കൂടെ കൊണ്ടുപോകുന്നതുമെല്ലാം അമ്മ ജാനുവേട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ കാര്യം പറയണോ, ജാനുവേട്ടത്തി ദേവേട്ടനോടും പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെ കാരണം, നീതുമോൾ പറഞ്ഞു.
ചേച്ചിക്ക് ദേവേട്ടൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കൂടെ? നീതുവിൻ്റെ ചോദ്യം കേട്ട് നന്ദന അവളെ താക്കീതു നൽകി. എൻ്റെ പൊന്നു മോളെ, നീ വിചാരിക്കുന്നത് പോലെ കുട്ടിക്കളിയല്ല ജീവിതം. അത് നമ്മൾ ആഗ്രഹിച്ച നിലയ്ക്ക് പൊയ്ക്കൊള്ളണമെന്നില്ല. കല്യാണം കഴിഞ്ഞ് വർഷം 4 ആഗ്രഹിച്ച ജീവിതം നിങ്ങളുടെ വേറെ ഒരാളുടെ കൂടെ പോകാൻ പറയുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. അർജുനേട്ടൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനൊന്നും ഞാൻ ചിന്തിക്കുക പോലുമില്ല. ആ താലിയുടെ മഹത്വം നഷ്ടപ്പെടും വിധം പെരുമാറാനും എനിക്ക് പറ്റില്ല. ഇങ്ങനെയാണ് ജീവിതം എനിക്ക് നൽകുന്നതെങ്കിൽ ആയിക്കോട്ടെ. കുടുംബത്തിൻ്റെ അന്തസ്സിന് ദോഷം വരില്ലല്ലോ. നമ്മുടെ അമ്മയ്ക്കും അത് സന്തോഷമാകും. പാവം എത്ര കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് വേണ്ടി. അവൾ പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ സഹതാപം നിറഞ്ഞു നിന്നിരുന്നു. ചേച്ചിയോട് സംസാരിക്കുന്നതിലും ഭേദം 4 അക്ഷരം പഠിക്കുന്നതാ, അതെങ്കിലും നടക്കും എന്നും പറഞ്ഞ് നീതുമോൾ മുഖം കറുപ്പിച്ചു നിന്നപ്പോൾ നന്ദന നിസ്സഹായതയോടെ പുഞ്ചിരിച്ചു. ചായ കുടിച്ച് മുറിയിലേക്ക് വന്നപ്പോൾ നന്ദന ഫോണെടുത്ത് ചന്ദ്രനെ വിളിച്ചു. പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ചന്ദ്രൻ്റെ ഹലോ സ്വരം കേട്ടപ്പോൾ തൻ്റെ വിളി അയാൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് അവൾക്ക് തോന്നി. ഹലോ അച്ഛാ, നന്ദന വിളിച്ചു. ഇപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളോ? ചന്ദ്രൻ ചോദിച്ചു. അല്ല അച്ഛാ, ചായ കുടിയൊക്കെ കഴിഞ്ഞു. അച്ഛൻ ചായ കുടിച്ചോ? അവൾ തിരക്കി. കുടിച്ചു, അയാൾ പറഞ്ഞു. യുവമോൾ എവിടെ അച്ഛാ? അവൾ എന്തു പറയുന്നു? എന്നെ അന്വേഷിക്കാറുണ്ടോ? അവൾ ചോദിച്ചു. അവൾ മുറ്റത്ത് കളിക്കാം മോളെ, നിന്നെപ്പറ്റി ചോദിക്കാറുണ്ട്, അയാൾ മറുപടി പറഞ്ഞു. അർജുനേട്ടൻ ഇന്നലെ രാത്രി വന്നിരുന്നു. രാവിലെയേ അങ്ങോട്ട് വന്നത്, അവൾ പറഞ്ഞു. അവൻ കുറച്ചു മുൻപാ തിരിച്ചു പോയത്. അടുത്തയാഴ്ച പോകുമ്പോൾ നിന്നെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും അവന് അങ്ങനെയൊരു ബുദ്ധി തോന്നിയല്ലോ. ഒന്നും പറയുന്നില്ലെങ്കിലും മോൾക്ക് ഇങ്ങനെയൊരു ജീവിതത്തിൽ സങ്കടമുണ്ടെന്ന് അച്ഛനറിയാം. ഇനിയാവും മോളുടെ ജീവിതത്തിലെ നല്ല സമയം നടക്കാൻ പോകുന്നത്, അയാൾ പറഞ്ഞു നിർത്തി. ഇതിലേക്ക് ആരോ വിളിക്കുന്നുണ്ടച്ഛാ, ഞാൻ ഇപ്പോൾ തിരിച്ചു വിളിക്കാം എന്നും പറഞ്ഞ് നന്ദന ഫോൺ കോൾ അവസാനിപ്പിച്ചു. അപ്പോഴേക്കും ആ നമ്പറിൽ നിന്നുള്ള കോൾ അവസാനിച്ചിരുന്നു. എല്ലാവർക്കും കഥ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.